സമയം അതിവേഗം പോയിക്കൊണ്ടിരുന്നു. സ്റ്റാഫുകൾ എല്ലാവരും വന്നു. എല്ലാവരും തങ്ങളുടെ ജോലിക്കായി തിരിഞ്ഞു. ഇന്റർവ്യൂ വന്നപ്പോൾ വിനോദ് സാറിനെ പരിചയപ്പെട്ടു. നല്ല പെരുമാറ്റം. ഇന്ദ്രൻ സാർ അധികം ഓഫീസിൽ വരാറില്ല. പുള്ളി വന്നാലും അധികം ആരോടും സംസാരിക്കാറുമില്ല പോലും. വന്നാലും ഫുൾ ടൈം ഓഫീസ് റൂമിലും ഇരിക്കും. എല്ലാം നോക്കുന്നത് വിനോദ് സാറാണ്. 3 ദിവസം ട്രെയിനിങ്ങും ക്ലാസ്സും ഉണ്ടായിരുന്നു. ജോലി എളുപ്പമാണ്. അമ്മയുടെ മരണം അച്ചായിയെ തളർത്തിയെങ്കിലും ഞങ്ങൾ മക്കൾക്കു വേണ്ടി പിന്നെ അങ്ങു ജീവിക്കുകയായിരുന്നു. അച്ചായി ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. 4 വർഷം മുമ്പ് മായ ഡിഗ്രി ഫൈനൽ ഇയർ, അപ്പു ഡിഗ്രി ഫസ്റ്റ് ഇയറും. മായ കൊച്ചിയിലെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പു കോട്ടയവും. മായ കോളേജ് ലൈഫ് നന്നായി എൻജോയ് ചെയ്യുന്ന കാലം. മായക്ക് കോളേജിൽ വാലു പോലെ ഒരു കൂട്ടുകാരിയാണ് ഉള്ളത്, ആരതി മോഹൻ. ഒരു വായാടി പെണ്ണ്. മായയ്ക്ക് ഒരു വിഷമം വന്നാൽ അവൾക്കും സഹിക്കാൻ പറ്റില്ല. അവളാണ് മായയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അവർക്കിടയിൽ ഒരു രഹസ്യവുമില്ല. ആരാധിക്ക് ഒരു പ്രണയമുണ്ട്, രാഹുൽ. 3 പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 വർഷം പുറകെ നടന്നാണ് അവളുടെ പ്രണയം നേടിയെടുത്തത്. എടി, നീ എന്താ ഇത്ര വൈകിയേ? ഞാൻ എത്ര നേരായി വന്നിട്ട്. ബസ് ഒരെണ്ണം പോയി. കാത്തിരിപ്പിന്റെ മുഷിപ്പിൽ മായ എത്തിയപ്പോൾ ആരതി പറഞ്ഞു, സോറിടി മോളെ. അപ്പു വന്നു. അവൻ്റെ കൂടെ രാവിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയി. അവന് അടുത്ത ആഴ്ച മാച്ചുണ്ട്. ചെന്നൈയിലാണ്. 15-ന് പോകും. അച്ചായി കൊണ്ടുപോകും. മായ ആരതിയോട് വൈകിയതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നീയോ? മഹേഷ് നന്നായി ഫുട്ബോൾ കളിക്കുമല്ലോ, ആരതി ചോദിച്ചു. ഞാൻ പോകുന്നില്ല. എനിക്ക് ഇതൊക്കെ പണ്ടേ ശീലമാണ്. പിന്നെ ആരോടും പറയുന്നില്ലല്ലോ അവർ പോകുന്ന കാര്യം. എൻ്റെ അപ്പു നന്നായി ഫുട്ബോൾ കളിക്കും, മായ ആരോ കേൾക്കാതെ പതുക്കെ പറഞ്ഞു. ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ നിറഞ്ഞു നിന്നിരുന്നു. അതിലൊരാൾ അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത് അവർ കണ്ടില്ല. നീ വീട്ടിലേക്ക് വാടി, നമുക്ക് അവിടെ കൂടാം. മായ പതുക്കെയാണ് സംസാരിക്കണമെങ്കിലും ആരതി എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് സംസാരം. നോക്കാം, ദേ ബസ് വന്നു. ബസ് കണ്ടപ്പോൾ ആരതിയോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. പരീക്ഷകളെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആണ്. കോളേജിൽ നിന്ന് 3 വർഷം കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങൾ പലർക്കുമുണ്ട്. ഇന്ന് എല്ലാവരും പല വഴി പിരിയും. കരച്ചിലും പിരിച്ചിലും, ആകെ ഒരു ശോകമൂകം. മായേ, എടി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുവോ? ആരതി ഒരു കള്ളച്ചിരിയോടെ മായയോട് ചോദിച്ചു. എവിടെ? ആരതിയെ ചുയിന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ രാഹുൽ, ആ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത്. പ്ലീസ് മോളെ, ഒന്ന് വാടി, ആരതി വിക്കി പറഞ്ഞു. അതിന് ഞാൻ എന്തിനാ? രാഹുൽ എന്ത് വിചാരിക്കും? നീ പോയി വാ, മായ മടിപ്പോടെ പറഞ്ഞു. രാഹുൽ ഒന്നും വിചാരിക്കില്ല. നീ വന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. ആരതി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ ഒരു സാധനം. വാ, ഇനി ഞാൻ വരാത്തതുകൊണ്ട് നിങ്ങളുടെ പ്രേമം നടക്കാണ്ടിരിക്കണ്ട. മായ എണീറ്റ് പുറത്തേക്ക് പോവാൻ ഒരുങ്ങി. താങ്ക്സ് ഡി, അവൾക്കൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു. അവർ ചെല്ലുമ്പോൾ രാഹുൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? എവിടെയായിരുന്നു? രാഹുൽ ദേഷ്യത്തിൽ ചോദിച്ചു. അത് പിന്നെ. അവളുടെ വിക്കിയുള്ള സംസാരം കേട്ടപ്പോൾ മായയ്ക്ക് ചിരി വന്നു. മതി നിന്റെ ഒരു വിക്ക്, രാഹുൽ കളിയാക്കി പറഞ്ഞിട്ട് മായയെ നോക്കി ചിരിച്ചു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാകും. എനിക്ക് ബുക്ക് കൊടുക്കാനുണ്ട്. മായ അവിടെ വേഗം മുങ്ങാൻ വേണ്ടി ആരതിയുടെ കൈ പിടിച്ചു. അത് മായേ, എനിക്കൊരു പേടി, അവൻ ഉമർ ആവുമോവെന്ന് മായയുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു. ആവോ, എനിക്കറിയില്ല, നിന്റെ വിധി, മായ ചിരിയോടെ പറഞ്ഞു. മതി ചെവി തിന്നത്, ഒന്ന് വരുവോ? രാഹുൽ ഒച്ച വെച്ച് ഇട്ടു. ഓൾ ദി ബെസ്റ്റ് മോളെ, ചെല്ല്, മായ പറഞ്ഞു. ആരതിയുടെ നടത്തം കണ്ടിട്ട് മായയ്ക്ക് ചിരി വന്നു. ഈശ്വര, ഇവൾ പേടിച്ച് ഇന്ന് തന്നെ വടിയാവാതിരുന്നാ മതി. നിനക്കെന്നോട് ഒരു തെരി പോലും സ്നേഹമില്ല, രാഹുൽ പരിഭവത്തോടെ പറഞ്ഞു. എന്താ രാഹുൽ ഇങ്ങനെ? ഞാൻ എന്തു ചെയ്തു? ആരതി സംശയത്തോടെ ചോദിച്ചു. പിന്നെ ഞാൻ എത്ര നേരം കാത്തിരുന്നു, പലരും ചോദിച്ചു. പിന്നെ ഓരോ അവന്മാരുടെയും ഒരു ആക്കിയ ചിരിയും. എനിക്ക് വിറഞ്ഞു വന്നു, രാഹുൽ പറഞ്ഞു. അത് എനിക്ക് ഒരു പേടി. എന്ത് പേടി? ആരെ പേടി? രാഹുൽ ചോദിച്ചുകൊണ്ട് ആരതിയുടെ അടുത്തേക്ക് നടന്നു വന്നു. രാഹുൽ,
അടുക്കും തോറും ആരതി പുറകിലേക്ക് നീങ്ങി നീങ്ങി ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു നിന്നു. രാഹുൽ കൈ രണ്ടും ഭിത്തിയിൽ വെച്ച് ആരതിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട്. എന്നെ ആണോടി പേടി? ആരതിക്ക് രാഹുലിനെ നോക്കാൻ വല്ലാതെ നാണം തോന്നി. ഞാൻ ഒരു കൂട്ടം തരട്ടെ? എന്ത്? ആരതി ഇങ്ങ് നോക്ക് എന്നെ. ആരതി മെല്ലെ തല പൊക്കി നോക്കി രാഹുലിനെ. ബാക്കി പറയാൻ അനുവദിക്കാതെ രാഹുൽ ആരതിയുടെ ചുണ്ട് സ്വന്തമാക്കി. ദീർഘചുംബനത്തിന് ശേഷം രണ്ടുപേരും മാറുമ്പോൾ ആരതി തളർന്നിരുന്നു. രാഹുൽ, എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് സംസാരിക്കണം. എനിക്കും കൂടി ജോലി കിട്ടിക്കഴിഞ്ഞ് മതി മാര്യേജ്. ഞാൻ ഇന്ന് വരണോ? ഞാൻ റെഡി. എൻ്റെ പെണ്ണിനെ പിരിയാൻ എനിക്ക് വയ്യ. ഒന്നു കൂടി പ്ലീസ്. അയ്യടാ എൻ്റെ മായ, എൻ്റെ ചുണ്ട് നേറുന്നു. പൊട്ടിയെന്ന് തോന്നുന്നേ. നോക്കട്ടെ? വേണ്ട മോനെ, വേല കയ്യിൽ വെച്ച് മതി. ഇപ്പോൾ നമുക്ക് പോവാം. മായ തനിച്ച്. ഓക്കെ, എന്നാ വാ. മായ ബുക്ക് കൊടുത്ത് ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ആരതി, എൻ്റെ മായക്കുട്ടിയെ. മായ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വഷളൻ ചിരിയുമായി അനിൽ വാസുദേവൻ. കോളേജിലെ പണച്ചാക്ക് മായയെ ഒരുപാട് നാളായി ശല്യം ചെയ്യുന്നു. പെണ്ണ്, പണം, ഇതു രണ്ടും ഒരു ലഹരിയാണ്. അനിലിന് അവൻ്റെ ചുറ്റും ആണും പെണ്ണുമായി ഒരു പട തന്നെ ഉണ്ട്. ഫ്രണ്ട്സായി. എന്താ ഒറ്റയ്ക്ക്? അവൾ ആരതി. എത്തിയോ? മരം കയറാൻ പോയോ? അവൻ്റെ കോപ്പിലെ ചിരി. മായ മനസ്സിൽ പറഞ്ഞു. എന്താ പരിപാടി ഇന്ന്? എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോണം. എന്നാ ഇപ്പോൾ വീട്ടിൽ പോകണ്ട. എൻ്റെ ഫ്ലാറ്റുണ്ട് ഇവിടെ. വൈകിട്ട് വീട്ടിലാകാം. എനിക്ക് താല്പര്യമില്ല. അതെന്താ? ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അവൻ തരുന്നതിൻ്റെ ഡബിൾ തരാം. അനിൽ, അനാവശ്യം പറയരുത്. താൻ പോ പ്ലീസ്. ഓ പിന്നെ എല്ലാം പഠിപ്പിച്ചു തരാം. അച്ഛനും അനിയനും ഉണ്ടല്ലോ. ഞാൻ ഓർത്തില്ല. പറഞ്ഞു തീരും മുൻപേ മായയ്ക്ക് കൈ അനിലിൻ്റെ മുഖത്ത് തിരിഞ്ഞു. എടാ പട്ടി, പറഞ്ഞത് പറഞ്ഞു. ഇനി മേലിൽ ഒരു വട്ടം കൂടി നിന്റെ പുയുത്ത നാവ് കൊണ്ട് ഇതുപോലെ എൻ്റെ അച്ഛനെയും അനിയനെയും പറ്റി പറഞ്ഞ കൊന്നുകളയും. മായ ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. എടി നായിൻ്റെ മോളെ, നിന്നെ ഞാൻ. പോടാ. നിന്റെ വിരട്ടൊന്നും എന്നോട് വേണ്ട. അതൊക്കെ നിന്റെ കൂടെ ഉള്ളവരോട് മതി. ഇല്ലടി, എന്നെ തല്ലിയിട്ട് നീ. കേമത്തിന് അവനൊന്നും നടക്കില്ല. മായയെ പിടിക്കാൻ ഓങ്ങിയ കയ്യിൽ രാഹുൽ പിടുത്തമിട്ടു. അനിലിനെ തള്ളി താഴെ ഇട്ടുകൊണ്ട്. അത് വേണ്ട. അവളുടെ അടുത്ത് നിന്റെ ഒരു അഭ്യാസവും അതല്ല. ഇനിയും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ കോളേജിലെ ലാസ്റ്റ് ഡേ പോലെ നിന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും. പിള്ളേരെല്ലാം കൂടി നിന്നെ പഞ്ഞിക്കിടും. അപ്പോഴാണ് മായ കാണുന്നത് ചുറ്റും കുട്ടികളാണ്. എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. അനിലിനെ വെറുതെ വിടില്ല എന്ന ഭാവം. രംഗം പന്തിയില്ലെന്നും അനിലിനും കൂട്ടുകാർക്കും മനസ്സിലായി. അനിലിനെ കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ട് അവർ വേഗം പുറത്തിറങ്ങി. അനി, നീ വാ. വണ്ടി സ്റ്റാർട്ട് ചെയ്യിക്കൊണ്ട് തമ്പി വിളിച്ചു. എടിപ്പൂ മോളെ, നീ എന്നെ തല്ലി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അനുഭവിക്കും നീ. കരയും. കാത്തിരുന്നോ. വണ്ടിയിലിരുന്ന് കൊണ്ട് അനിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവരുടെ വണ്ടി അതിവേഗം ഗേറ്റ് കടന്നുപോയി. മായയ്ക്ക് സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തെന്നെപ്പറ്റി പറഞ്ഞാലും ക്ഷമിക്കാം. ഇത് എൻ്റെ അച്ചായിയെ അപ്പൂയിനും. പെട്ടെന്ന് കൈ പൊങ്ങിപ്പോയി. മായ, നീ പേടിക്കണ്ട. രാഹുലാണ്. അല്ലെങ്കിലും അവന് ഒരു എല്ല് കൂടുതലാ. മോളെ കലക്കി. നീയാ പെണ്ണ്. നിന്നെ ഒരു ചുക്കും അവൻ ചെയ്യില്ല. പോകാൻ പറ നാറി. ആരതി സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ കൊണ്ടുവിടാം. രാഹുൽ ആലോചനയോടെ പറഞ്ഞു. രാഹുൽ യൂബർ ബുക്ക് ചെയ്തു. മായയെ വീട്ടിലാക്കി അവരും മടങ്ങി. എല്ലാം മറന്നേക്ക് കേട്ടോ. വീട്ടുകാരെ പേടിപ്പിക്കണ്ട. വീട്ടുകാരെ അറിയിച്ചാൽ പിന്നെ കേസും ആകെ വിഷമമാവും. അതാ. മായ ഇറങ്ങിയപ്പോൾ രാഹുൽ രഹസ്യമായി പറഞ്ഞു. ഇല്ല, ഞാൻ പറയുന്നില്ല. അവർ വെറുതെ പേടിക്കും. അതാ പറഞ്ഞേ. രാഹുൽ ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. എടി മായേ, ഞാൻ വിളിക്കാട്ടോ. ബൈ മോളെ. ബൈ ഡിയർ. മായയുടെ വീട്ടിൽ സഹായത്തിന് ഒരു ചേച്ചിയുണ്ട്, വിലാസിനി. ചേച്ചിക്ക് സുഖമില്ലാത്ത ഒരു മോനുണ്ട്. അവനെ റൂമിൽ പൂട്ടിയിട്ടാണ് വരുന്നത്. രാവിലെ വന്ന പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് പോകും. മായയ്ക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. നേരെ റൂമിൽ കയറി കിടന്നു. എന്തോ വല്ലാത്ത ഭാരം മനസ്സിൽ.
മോളെ കഴിക്കാൻ എടുക്കട്ടെ? വിലാസിനി ചേച്ചി ഡോറ് തട്ടിക്കൊണ്ട് ചോദിച്ചു. വേണ്ട ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ മോളെ ഞാൻ പോകാട്ടോ, പണിയെല്ലാം കഴിഞ്ഞു. ആ ശരി ചേച്ചി, അപ്പുവിനോട് പറഞ്ഞേക്ക്. ശരി മോളെ. മായ ഓരോന്ന് ആലോചിച്ച് ഉറക്കത്തിലേക്ക് വീണു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മറക്കാനാവാത്ത ഒരു വലിയ ദുരന്തം വരുമെന്ന് അറിയാതെ. വിശ്വനാഥൻ വന്നപ്പോൾ 6:30 കഴിഞ്ഞു. അപ്പു TV കാണുകയായിരുന്നു. മായ ചായയുമായി ഹാളിലേക്ക് വന്നു. അച്ഛേ, കുളിച്ചിട്ട് വാ. വിലാസിനി ചേച്ചി നല്ല കപ്പയും മീൻകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? ഞാൻ ഇപ്പോൾ വരാം. വിശ്വനാഥൻ ബാഗുമായി റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ, എൻ്റെ അച്ഛേ, പിന്നെ കുളിച്ചാ പോരെ? അപ്പുവാണ്. പോട ചക്ക, നിന്നെപ്പോലെയാണോ എല്ലാവരും? അച്ഛേ, കുളിച്ചിട്ട് വാ. എൻ്റെ അമ്മോ, കുട്ടി വേഗം എടുത്ത് വെച്ചോ, അച്ഛ ഇപ്പോൾ വരാം. പിന്നെ 3 പേരും ഒരു യുദ്ധമായിരുന്നു കപ്പയോട്. അതെ മായ, എടോ ഉറക്കമാണോ? അവർ വന്നു. ജീവൻ്റെ വിളി മായയെ ബോധത്തിലേക്ക് കൊണ്ടുവന്നു. അയ്യോ അല്ല, ഞാൻ കണ്ടില്ല. ഓരോന്ന് ഓർത്തിരുന്നത് കൊണ്ട് ഒന്നും ശ്രദ്ധിച്ചില്ല, സോറി. MDയുടെ റൂം റൈറ്റ് സൈഡിൽ കാണുന്നതാ. ചെല്ല് മായ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജീവൻ. MD ഇന്ദ്രൻ ആനന്ദ് വർമ്മ. മായ അനുവാദത്തോടെ MDയുടെ റൂമിലേക്ക് കയറി. വിനോദ് ഫയലിൽ നിന്നും കണ്ണുയർത്തിക്കൊണ്ട്. മായ വിശ്വനാഥൻ പിള്ള അല്ലേ? അതെ സാർ. മായയെ അസിസ്റ്റ് ചെയ്യാൻ മാനേജ് ഉണ്ടാവും കേട്ടോ. ഫോൺ എടുത്തുകൊണ്ട്. മാനേജ് പ്ലീസ് കം. കുറച്ച് കഴിഞ്ഞ് മാനേജ് റൂമിലേക്ക് അനുവാദത്തോടെ വന്നു. സാർ. മാനേജ്, ഇത് നമ്മുടെ ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്. താൻ എല്ലാം പറഞ്ഞു കൊടുക്കണം. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാലും താൻ ഒന്ന് ശ്രദ്ധിക്കണം. മായയുടെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ മാനേജ്. ഓക്കെ സാർ. മാനേജ് മായയെ നോക്കി ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. താങ്ക് യു സാർ. ഞാൻ അങ്ങോട്ട്. ഓക്കെ മായ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. മാനേജ് എല്ലാം പറഞ്ഞു കൊടുത്ത് മായയ്ക്ക് ജോലിയോ ഒരുപാട് ഇഷ്ടമായി. കൂടെയുള്ള സ്റ്റാഫുകളെല്ലാം മായയെ പരിചയപ്പെട്ടു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഉച്ചയ്ക്ക് എല്ലാവരും ക്യാൻറ്റീൻ ഫുഡാണ്. മായയും ക്യാൻറ്റീൻ ഫുഡ് കഴിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മായയ്ക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ചുമ്മാ വർത്തമാനവുമായി ടൈം പോയി. തൻ്റെ എല്ലാ ടെൻഷനും മാറി. മിനി, അമ്പിളി, മുക്ത, മനോജ്, ഡെയ്സി ഇവരെല്ലാം തൻ്റെ സ്വന്തം പോലെ തോന്നി മായയ്ക്ക്. 5 മണിയായപ്പോൾ എല്ലാവരും ഇറങ്ങി. പലർക്കും 2 വീലർ ഉണ്ട്. മായ, ഒരു 2 വീലർ വാങ്ങ്. കമ്പനി ബസ്സിൽ പോയാൽ എപ്പോഴോ എത്താനാണ്. എല്ലായിടത്തും നിർത്തി മൊത്തം ക്ഷീണിക്കും. ഡെയ്സിയാണ്. നോക്കാം. അനിയവിന് എവിടെയാ ജോലി? അത് ഒരു IT കമ്പനിയാണ്. നിങ്ങൾ ഒറ്റക്കാണോ താമസം? അതെ. ആണെങ്കിൽ പിന്നെ എന്തിനാ വാടക കൊടുത്ത് മുടിയുന്നേ? കമ്പനി ഫ്ലാറ്റ് ഉണ്ട്, അതിന് റിക്വസ്റ്റ് കൊടുക്ക്. റൂം ഒഴിവുണ്ടാക്കി കിട്ടും. മാനേജ് സാറിനെ ഒന്ന് അറിയിച്ചാൽ മതി. സാർ ശരിയാക്കി തരും. പോട്ടെ, 2 റൂമാണ്. അല്ലെങ്കിലും എൻ്റെ കൂടെ പോന്നാൽ മതിയായിരുന്നു. ഓക്കെ ഡെയ്സി, എന്നാൽ ശരി. മായ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവളുടെ പുറകെ 2 കണ്ണുകൾ പിന്തുടർന്ന് മായ അറിഞ്ഞില്ല. നിന്നെ എനിക്ക് വേണം പെണ്ണെ, ഒരുത്തനും വിട്ടുകൊടുക്കില്ല. എന്ത് വില കൊടുത്തും നിന്നെ എൻ്റെ സ്വന്തമാക്കും. ആ കണ്ണിൽ കുടിലത തെളിഞ്ഞു. എല്ലാ പെണ്ണും എനിക്ക് ഒരുപോലെയാണ്. പക്ഷേ നിന്റെ സൗന്ദര്യം എന്നെ മത്തു പിടിപ്പിക്കുന്നു. നീ എൻ്റെ അടുത്ത് നിന്നപ്പോൾ എന്നെ ഒരു ഭ്രാന്തനാക്കി. ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ മായ തൻ്റെ ബസ് വരാൻ കാത്തിരുന്നു.